നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയിലെ പാർക്കിംഗ് കൊള്ള നടപടിക്കൊരുങ്ങി പെരിന്തൽമണ്ണ നഗരസഭ. പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റി മാൾ അടക്കമുള്ള മാളുകളിലെ പാർക്കിംഗിന്റെ പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ അനുവദിക്കില്ലെന്ന പ്രതിപക്ഷം. അതേസമയം മാളിന്റെ പുറത്ത് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് പോലീസ് നോ പാർക്കിംഗ് നൽകുന്നത് പേ പാർക്കിംഗിലേക്കുള്ള ഒത്താശയാണെന്ന് നാട്ടുകാർ. ആളുകൾ പുറത്ത് നിർത്തിപ്പോയിരുന്നു. ഇപ്പോൾ അത് അവരുടെ സംവിധാനം ഉപയോഗിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ ഒരു പോലീസ് ഹോം ഗാർഡിനെ ഉൾപ്പെടെ നിർത്തിക്കൊണ്ട് ഈ പുറത്ത് പോലും വാഹനം നിർത്താൻ കഴിയാത്തൊരവസ്ഥ ജനങ്ങൾക്കിടയിലുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് വാഹനം നിർത്താൻ വേണ്ടി ബൈക്ക് നിർത്താൻ വേണ്ടി പറഞ്ഞ സമയത്ത് റോഡിൻ്റെ അപ്പുറത്ത് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, അവിടെ ഇടണം എന്നുള്ളൊരു സമീപനമാണ് എടുക്കുന്നത്. പെരിന്തൽമണ്ണ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയിൽ ഏതൊരു മാളാണെങ്കിലും അതിൻ്റെ പാർക്കിംഗ് ഉൾപ്പെടെ അത് കാണിക്കുമ്പോഴാണ് ഒരു മാളിന് അപ്രൂവൽ കിട്ടുള്ളൂ. അങ്ങനെ ആ അപ്രൂവൽ കിട്ടിയതിന് ശേഷം ഇത്തരത്തിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നടക്കുന്നത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. 2 ദിവസത്തിനകം അതിനൊരു പരിഹാരം കാണുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാത്ത പക്ഷം തുടർ സമരങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമെന്നാണ് അതിന്റെ ഭാഗമായിട്ട് പറയുന്നത്. പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റി മാളിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതിനെതിരെ പെരിന്തൽമണ്ണ നഗരസഭാ കൌൺസിലർമാർ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മാളിലേക്കെത്തുന്ന സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിൽ പാർക്കിങ്ങിനായി ഭീമമായ തുക വാങ്ങുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നഗരസഭാ കൌൺസിലർമാർ സെക്രട്ടറിക്ക് പരാതി നൽകിയത്. ഇവിടെ വരുന്ന സിനിമ കാണാൻ വരുന്ന അല്ലെങ്കിൽ മാളിൽ വേറെന്തെങ്കിലും സാധനം വാങ്ങാൻ വരുന്ന ആളുകളെയൊക്കെ പാർക്കിംഗ് ഫീസ്, വലിയ പാർക്കിംഗ് ഫീസ് വാങ്ങുന്നൊരു രീതി കഴിഞ്ഞ ദിവസം ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഇന്നലെ കൗൺസിലിൽ ഉന്നയിച്ചിരുന്നു. സെക്രട്ടറിക്ക് പരാതിയായി അത് ഇന്നലെ ഞങ്ങൾ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കൗൺസിലർമാരെല്ലാവരെയും കൂട്ടി അത് പരാതി കൊടുത്തിരുന്നു. സെക്രട്ടറി ഉടനടി അത് പരിഹരിക്കുമെന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്നൊരു പ്രവണത എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു സിനിമ കാണാൻ വരുന്ന 2.5 മണിക്കൂറിൻ്റെ സിനിമ കാണാൻ വരുന്നവരാണെങ്കിലും അല്ല എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ വരുന്ന ആളുകളെ കയ്യിൽ നിന്നും, ബൈക്കും അതുപോലെ തന്നെ കാറുകാരുടെയൊക്കെ കയ്യിൽ നിന്നും വലിയ തുക പാർക്കിംഗ് ഫീ ആയി വാങ്ങുന്നൊരു നിലയാണ് ഈ മാളുകളിൽ കാണാൻ കഴിയുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം പെരിന്തൽമണ്ണയിൽ ധാരാളം മാളുകൾ വരാൻ വേണ്ടി പോവുകയാണ്. ധാരാളം മാളുകൾ വരണം, ധാരാളം വികസനങ്ങൾ നമ്മുടെ പെരിന്തൽമണ്ണയിൽ നടക്കേണ്ടതുണ്ട്. അങ്ങനെ മാളുകളൊക്കെ വരുന്ന സമയത്ത് ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാളുകളായിട്ടല്ല മാറേണ്ടത്. അപ്പോൾ തീർച്ചയായും ഈ ഒരു മാളുകളിൽ ഇപ്പോൾ ഈ ചെയ്തു വരുന്ന ഈ പ്രവണത അത് അങ്ങേയറ്റം അവസാനിപ്പിച്ചു പോകേണ്ടത് തന്നെയാണ്. അത് അവസാനിപ്പിക്കാനുള്ള എല്ലാ നിലയും നമ്മൾ ഇന്നലെ നഗരസഭയുടെ ഭാഗമായി സെക്രട്ടറിക്ക് കൊടുത്തു. സെക്രട്ടറി അത് വളരെ പോസിറ്റീവായി എടുത്തുകൊണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ അതിനൊരു പരിഹാരം കാണുമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റി മാളിലെ പാർക്കിംഗിന്റെ പേരിൽ ഒരു തരത്തിലും ജനങ്ങളെ കൊള്ളയടിക്കുവാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം പറഞ്ഞു. അതേസമയം നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് മാളിന്റെ പുറത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് പോലീസ് വിലക്ക് നൽകുന്നത് മാളിലെ പേ പാർക്കിംഗിലേക്ക് വാഹനങ്ങളെ മാറ്റുന്നതിനുള്ള പോലീസിന്റെ ഒത്താശയാണെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ മാളിന് പുറത്ത് റോഡിനോട് ചേർന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് അപകടങ്ങൾക്ക് കാരണമായേക്കാവുന്നതിനാലാണ് നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിച്ച് വാഹനങ്ങൾ മാറ്റിയത് എന്നാണ് പോലീസിന്റെ വാദം. മാളുകളിൽ സാധനങ്ങൾ വാങ്ങുവാൻ വരാതെ വെറുതെ പാർക്കിംഗ് സൌകര്യം ഉപയോഗിക്കുന്നവരെ നിയന്ത്രിക്കുവാൻ പാർക്കിംഗ് ഫീസ് സഹായിക്കുമെന്നും വാദങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.